ഹായ് സർ, നമസ്കാരം. വിനോണ്. അപ്പോൾ ഇന്ന് നമ്മൾ മീൻകറി വെക്കണതിൻ്റെ ഒരു വീഡിയോ അരുൺ രാജ്, നമ്മുടെ ചങ്കായ അരുൺ രാജിൻ്റെ മീൻകറി വെക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. എണ്ണ വെച്ചു ഇല്ല, എണ്ണ വെച്ചു. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കും. അപ്പോൾ എന്താ അതിൻ്റെ സീക്രട്ട് സാധനം അന്നേരം ഉലുവ. ഉലുവ പൊട്ടി. നാടൻ വേപ്പില, കർണാടക. എന്നിട്ടൊക്കെ അത് ചെറുള്ളി, എന്നിട്ടാ ഇഞ്ചി വെളുത്തുള്ളി സാധാരണ അരിഞ്ഞിട്ടാൽ മതി. നമ്മളത് ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി. മഞ്ഞപ്പൊടി, മുളക്, വെളിച്ചെണ്ണ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ അല്ലേ, നമ്മുടെ കേരളത്തിലെ ആട്ടിയ വെളിച്ചെണ്ണ അല്ലേ. മീൻ കറിക്ക് ടേസ്റ്റ് കൂടും. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ലാസ്റ്റ് ഇങ്ങനെ മീൻ കറി വെച്ചുള്ള ഗുണം പറയ്. 2-3 ദിവസമൊക്കെ കേടാവാണ്ടിരിക്കും. നമ്മൾ ഡെയിലി എടുക്കുമ്പോൾ ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി. ഇതിൽ മല്ലിപ്പൊടി ചേർത്ത് നോക്കാം. കുറച്ച് പേരിന് മല്ലിപ്പൊടി അധികം ചീത്തയാവും. കളിച്ചു പോകും. കുറച്ച് പേരിന് കുഴപ്പമില്ല. ആവശ്യത്തിന് ചെറുള്ളി നല്ലൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സവാള ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് കേടാവും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസം കിട്ടും അല്ലേ. ചൂടാക്കി ഉപയോഗിക്കാം. ഡെയിലി രാത്രി എടുത്ത് കഴിഞ്ഞിട്ട് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് കിട്ടും. ഓവറായിട്ട് വറ്റിക്കേണ്ടിരുന്നാൽ മതി. ഓക്കെ. നല്ല സ്ഥലമല്ലേ. കുറച്ചിങ്ങനെ
ചിലപ്പോൾ കരിമണ്ണടിക്കും. തീ കുറച്ച് വെച്ചല്ലേ? തീ കുറച്ച് ഇത് ശരിക്കും വാടിയില്ലേ? ഒരുവിധം പാടി കഴിഞ്ഞ് പൊട്ടിയിടും. കുറച്ച് ഒരു കഴിക്കണതായ കാരണം ഇത്ര ഇട്ടത്. അല്ലെങ്കിൽ ആവശ്യമിട്ടാൽ മതി. മുളകുപൊടി, മല്ലിപ്പൊടി കുറച്ച്. മല്ലിപ്പൊടി സാധാരണ ഇടാറില്ല, കാരണം എന്നാലും നമുക്ക് ടേസ്റ്റിന് വേണ്ടി ലേശം. ഫിഷ് മസാല. ഫിഷ് മസാല നമ്മൾ സാധാരണ ഇത് വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചാലക്കുടി പോയപ്പോൾ മാർക്കറ്റിൽ കുറച്ച് ചേച്ചിമാര് കൊടുക്കുന്ന സംഭവമാണ്. അവരുടെ അവിടെ ചിക്കൻ മസാല, ബീഫ് മസാല, ഫിഷ് മസാല അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഈ പാക്കറ്റ് റെഡിമെയ്ഡ് മേടിക്കാട്ടി നല്ലത് ടേസ്റ്റും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെച്ചപ്പോൾ വ്യത്യാസം ഉണ്ടായിരുന്നു. ഫിഷ് മസാല ഇതിന് 50 രൂപ വരുന്നേ. അവരെന്നെ ഉണ്ടാക്കണതാണ്. തിരിച്ച് കാണാൻ പറ്റും. സ്പൈസസ് സ്പൈസസ് ചാലക്കുടിയിലല്ലേ? ചാലക്കുടിയിൽ നമ്മൾ മേടിച്ച മീൻ മസാല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നോർത്ത് ജംഗ്ഷൻ മാർക്കറ്റിലല്ലേ മേടിച്ച മസാല. കോണ്ടാക്ട് നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഫിഷ് മസാല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ശരിക്കും ഒന്ന് മൂക്കണല്ലേ? സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുടംപുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുടംപുളിയില്ലേ? നല്ല തട്ടാതിരിക്കും. ഏകദേശം നല്ലോണം മൂത്ത് ഇതായിട്ടുണ്ടല്ലേ? പൊടിയൊക്കെ നല്ല കുറവായിട്ടുണ്ട്. ഇതാവണം, അല്ലെങ്കിൽ ആ ഒരു പച്ചക്കുത്തുണ്ടാവും. മുളക് പൊടിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുത്താൽ മതി, ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കരിയൂല. നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ? നമ്മൾ കുടംപുളിയില്ലേ? കുടംപുളി വെള്ളം, കുടംപുളി വീട്ടിൽ തന്നെ നാടൻ കുടംപുളി വെള്ളം. ചാറൊക്കെ വെള്ളമൊക്കെ അത്യാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അല്ലേ? വെള്ളവും പുളിയൊക്കെ ചേർത്തുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ചു നേരം തിളച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കൂടെ പിടിഞ്ഞ് വരും. ആ ടൈമിൽ നമ്മളെ മീനോട് കൊടുത്തു കഴിഞ്ഞാൽ 2 തള ഉണപ്പിച്ച് കഴിഞ്ഞാൽ സെറ്റായി. നമുക്ക് വെള്ളം എത്ര ആവശ്യം ഉണച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൂട്ടാൻ പറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ തിളച്ചു, ഇനി മീനിടാം. നല്ല ചോന്ന മണ്ണല്ലേ? മീനിടാറായ മീനിടാം. അയിലാണല്ലേ? അതും കുന്താവൂര് കടപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന അയില, ഫ്രഷ് അയില. അതിന്റെ പനിയുണ്ടായാലും ഏകദേശം വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാം, നല്ല പുളിയുണ്ട്, അത്യാവശ്യം എരിവുണ്ട്. നല്ലത്, സൂപ്പർ. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ.